ഗജേന്ദ്രമോക്ഷം. കാലങ്ങളോളം മുൻപ് മലകളും കാടുകളും തടാകങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു വനത്തിൽ ശക്തനും ഗർവശാലിയുമായ ഒരു ആനരാജാവുണ്ടായിരുന്നു. അവന്റെ പേര് ഗജേന്ദ്രൻ. വലിയൊരു ആനക്കൂട്ടത്തിന്റെ തലവനായിരുന്ന അവൻ ശക്തിയുടെയും ഭംഗിയുടെയും പ്രതീകമായിരുന്നു. ഒരു ചൂടേറിയ ദിവസം ഗജേന്ദ്രൻ തന്റെ കൂട്ടത്തെ കൊണ്ട് ഒരു മനോഹരമായ താമരപ്പൂക്കളാൽ നിറഞ്ഞ തടാകത്തിലേക്ക് പോയി. അവർ ആനന്ദത്തോടെ വെള്ളത്തിൽ കുളിച്ചും കളിച്ചും നിന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്ന ഒരു മുതല ഗജേന്ദ്രന്റെ കാലിൽ പിടിച്ചു. ഗജേന്ദ്രൻ തന്റെ മുഴുവൻ ശക്തിയും വിനിയോഗിച്ചു. മണിക്കൂറുകളോളം അവൻ പൊരുതി. കൂട്ടത്തിലെ ആനകൾ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷേ മുതലയുടെ പിടിവിട്ടില്ല. ദിവസങ്ങൾ കടന്നു. ഗജേന്ദ്രന്റെ ശക്തി കുറയുകയും അവൻ ക്ഷീണിക്കുകയും ചെയ്തു. അവസാനം ഗജേന്ദ്രന് ഒരു തിരിച്ചറിവ് വന്നു. ശക്തിയും കുടുംബവും ഗർവവും ഒന്നും രക്ഷിക്കില്ല. ആ സമയത്ത് അവന്റെ ഹൃദയം ഭഗവാനിലേക്ക് തിരിഞ്ഞു. കണ്ണു നിറയെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ഒരു താമരപ്പൂ പൊട്ടിച്ച് അത് തുമ്പിക്കൈയിൽ ഉയർത്തി ആകാശത്തേക്ക് ഉയർത്തി അവൻ നിലവിളിച്ചു, നാരായണ, ലോകത്തിന്റെ രക്ഷിതാവേ, ഞാൻ നിന്നോട് സമർപ്പിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ആ ഭക്തിനാദം കേട്ടപ്പോൾ ശ്രീ മഹാവിഷ്ണു ഉടൻ തന്നെ ഗരുഡന്മേൽ പ്രത്യക്ഷപ്പെട്ടു. സുദർശന ചക്രം കയ്യിൽ പിടിച്ച് വിഷ്ണു തടാകത്തിലേക്ക് ഇറങ്ങി. ഒരു മിന്നൽ പോലെ ചക്രം മുതലയെ വെട്ടി ഗജേന്ദ്രനെ മോചിപ്പിച്ചു. ഗജേന്ദ്രൻ തല കുനിച്ച് ഭഗവാനോട് പ്രണാമം ചെയ്തു. ആകാശം ദിവ്യപ്രകാശത്താൽ നിറഞ്ഞു. ശക്തിയും സമ്പത്തും നമ്മെ രക്ഷിക്കണമെന്നില്ല, പക്ഷെ സത്യമായ ഭക്തിയും സമർപ്പണവും ഉണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും രക്ഷിക്കാനെത്തും.